പ്രണയം മധുരം പ്രണയം മധുരം മരിക്കാത്ത പ്രണയം ആർദ്രമിയോർമതൻ പടവിൽ ഞാനിരിപ്പോ മരിക്കാത്ത പ്രണയത്തിൻ മൂകബിംബം ഒരു കൊച്ചു കാറ്റെങ്ങാൻ വീശിയാലോ ഉലയും ഒരോളം പോൽ ഞാനിരിപ്പൂ പ്രണയം മധുരം രാവുറങ്ങി നീയുറങ്ങി നീർമിഴി തോർന്നീല. നമസ്കാരം. മരിക്കാത്ത പ്രണയത്തിൻ്റെ ഈ ആഴ്ചയിലെ അധ്യായത്തിൽ നമുക്കൊപ്പം ഉള്ളത് നാടകരംഗത്തെ കുലപതിയായിരുന്ന ശ്രീ ഒ മാധവൻ സാറിൻ്റെ പ്രിയ പത്നി ശ്രീമതി വിജയകുമാരി. അമ്മ നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് ചോദിക്കാം, നമ്മുടെ വിഷയം മരിക്കാത്ത പ്രണയം. ശരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രണയമായി കടന്നു വന്ന് അല്ലേ, ഒരു നീണ്ട കാലഘട്ടം ഒരുമിച്ച് ജീവിച്ചൊരു വ്യക്തിയാണ്, വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം സാറ്. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ആദ്യത്തെ ഒരു കണ്ടുമുട്ടൽ? ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനൊരു ബാലനടിയായിട്ടാണ് നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കി KPSCയിൽ ചെല്ലുന്നത്. അവിടെ വെച്ച് ആദ്യമേ അച്ഛനായിട്ട് അഭിനയിക്കുന്ന കാമ്പിശ്ശേരി മാമനാണ്. അത് കണക്ക് ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ച് കഴിയുമ്പോൾ അങ്ങ് സൂക്കടായിട്ട് പോകും. പിന്നെ വേറൊരച്ഛൻ വരും. അങ്ങനെ പല അച്ഛന്മാരും വന്ന് എല്ലാവരും സൂക്കേടായിട്ടാണ് ഈ പോകുന്നത്. എന്ന് വെച്ചാൽ ഡെയിലി 2-3 നാടകം കാണും. അവരൊക്കെ ഈ ഉറക്കമൊഴിയുന്ന താങ്ങാനൊക്കത്തില്ല. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെ തുള്ളിച്ചാടി നടക്കുന്ന ഒരു പ്രായമാണ്. അങ്ങനെ അവസാനം എൻ്റെ അച്ഛനായിട്ട് പരമുള്ളായിട്ട് അഭിനയിക്കുന്ന എൻ്റെ മാഞ്ചേട്ടനാണ്. അന്ന് വീട്ടുകാർ പറഞ്ഞ് KPSCയിൽ പിന്നെ കാമ്പിശ്ശേരി മാമൻ്റെ അടുത്തും പിന്നെ കുറുപ്പിയേട്ടൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് ഇവനെ ഇങ്ങനെ നടത്തിയാലൊക്കത്തില്ല, ഒരു കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരൊക്കെ പല സ്ഥലത്തും പോയി പെണ്ണ് കണ്ട് ഇങ്ങനെ വന്ന് അവിടെ എല്ലാം പറയാൻ ശരിയാവുന്നില്ല എന്നിങ്ങനെ പറയുമായിരുന്നെന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഈ മാഞ്ചേട്ടനെ ആദ്യം കാണുന്നത് ഈ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ചാൽ. അന്ന് സത്യത്തിൽ ആരും ശ്രദ്ധിക്കത്തില്ല എന്നെ, ഒരു കൊച്ചു കുട്ടി എന്നുള്ള നിലയിൽ. വന്നുടനെ എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞ് ഇവർ ഈ രാത്രി സമയങ്ങളിലാണ് വരുന്നത്. നേരം വിളിക്കുമ്പോൾ ഇവർ ആരെയും കാണത്തില്ല, ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. ഇവർ എവിടെ പോകുന്ന ഈ ആളുകളൊക്കെ എന്നാണ് എൻ്റെ മനസ്സിലുള്ള തോന്നൽ. അന്നേരം ഒരു ദിവസം പിന്നെ പറഞ്ഞു ഓമാധവൻ വരുന്നു. അന്നേരം ഓമാധവൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കൊച്ചിലെ സ്റ്റേജിൽ കയറിയുന്ന ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഓമാധവനുടെ തലമുടി പിഴുത് പറിക്കാൻ ഇനി ഞങ്ങളോട്ട് തരുമെന്ന് നിങ്ങൾ കഴുതാൻ പഴുതുണ്ടോ കോൺഗ്രസ്. ആ മാധവൻ ചേട്ടനാണ് ഈ വരുന്നത്. അങ്ങ് വലിയ ആകാംക്ഷയോടുകൂടി ഇരുന്ന് വന്നു കഴിഞ്ഞ് എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നിൻ്റെ പേരെന്താടി എന്ന് ചോദിച്ചുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എന്നെ എടീന്ന് വിളിക്കുന്നത് അത്ര ഇഷ്ടമായില്ല. എന്നാലും ആ ചോദ്യത്തിൽ ഒരു സ്നേഹം ഉണ്ടായിരുന്നു, നല്ല സ്നേഹത്തെ ഒരു അനിയത്തിയോട് പറയുന്ന കണക്ക്. പിന്നെ ഓരോ കാര്യങ്ങൾ നീ ക്ലാസ്സിൽ പഠിക്കുന്ന എന്തെല്ലാം ചോദിച്ച് വന്നപ്പോഴത്തേക്ക് പിന്നെ റിഹേഴ്സൽ എടുക്കാൻ തുടങ്ങി. അപ്പോൾ അഭിനയിക്കാൻ തുടങ്ങിയപ്പം എല്ലാവർക്കും അങ്ങനെ വീട്ടിൽ വേറൊന്നുമില്ല, നമ്മൾ നാമം ചെല്ലുന്നു, അച്ഛൻ വരുമ്പോഴത്തേക്ക് ഉറക്ക കിടന്ന് നാമം ജപിക്കുന്നു. പിന്നെ പഠിക്കാൻ പറയുമ്പോഴത്തേക്ക് ഇവർ അടുത്ത വീട്ടിലെ പപ്പുവായിട്ട് സംസാരിക്കുമ്പോൾ അവർ കൃഷിക്കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. നിൻ്റെ നാമജപം നിർത്തിയിട്ട് ഈ പഠിച്ചത് ചൊല്ലി വച്ചേ എന്ന് പറയുമ്പോഴത്തേക്ക് പതുക്കെ തുടങ്ങും. പിന്നെയും അങ്ങ് ഉറക്കയായി. ഇവർ എന്നെക്കൊണ്ട് ശല്യം സഹിക്കാൻ പറ്റി ആകത്തെങ്ങാനും പോയിരുന്നു പഠിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ വിടും. അങ്ങനെയുള്ള റോളാണ് എനിക്കുള്ളത്. അങ്ങനെ അഭിനയിച്ച് വന്ന് 3-4 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കല്യാണാലോചന വന്നപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ സ്വന്തക്കാരായാലെന്താ,
അങ്ങനെ എൻ്റെ അമ്മാവൻ്റെ മോളെ ചെന്ന് കണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ആ മാഞ്ചേട്ടന് വേണ്ടി ചെന്ന് കണ്ട്, അമ്മ നമ്മളെ സ്വന്തക്കാരനാവട്ടില്ലേ അമ്മ. അന്നേരം എൻ്റെ അമ്മയുടെ മനസ്സിലും ഇല്ല, കല്യാണപ്രായമായിട്ടില്ലേ, നമുക്ക് അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല ഞങ്ങളെ വീട്ടിലെ എൻ്റെ അമ്മയ്ക്കൊന്നും. ചെന്ന് കാണിച്ച് ഞാൻ കാണിച്ച് ഞങ്ങളെ സ്വന്തക്കാരാ മനസ്സിലെന്ന് പറഞ്ഞു. പെണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പം പറഞ്ഞ് അത് ശരിയാവില്ലടി, വരട്ടെ പിന്നെ നമുക്ക് ആലോചിക്കാം. ഇങ്ങനെ കടന്ന് നേതാക്കന്മാരും എല്ലാവരും മടുത്ത് കഴിഞ്ഞോടനെ അവരേതോ കമ്മിറ്റി കൂടിയപ്പോഴത്തേക്ക് പറഞ്ഞ് എന്തിനാ ആദ്യം തിരക്കി നടക്കുന്നത്, ഇഷ്ടമാണെങ്കിൽ മതവാ നമ്മുടെ വിജയെ തന്നെ കല്യാണം കഴിച്ചോ എന്ന് പറഞ്ഞപ്പോൾ മാറ്റം ഒന്നും മിണ്ടിയില്ലെന്നാണ് പറയുന്നത്. അന്നേരം അവരൊക്കെ കൂടെ തീരുമാനിച്ചു എന്നാൽ ഇഷ്ടമായിരിക്കണം ആ കൊച്ചിനെ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ വന്ന് എൻ്റെ അമ്മയെടുത്ത് ഒരു ദിവസം ദൂരെ വിളിച്ചുകൊണ്ട് നിർത്തിയിട്ട് അന്ന് നാടകത്തിന് പോകാനായിട്ട് തിരുവനന്തപുരത്ത് പോകുമ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് അമ്മയെ വിളിച്ച് ദൂരെ നിന്ന് എല്ലാവർക്കും ഒരാഗ്രഹമുണ്ട് നമ്മുടെ വിജയെ മാധവിന് വേണ്ടി അന്നേരം അമ്മയ്ക്ക് ഭയങ്കര അതിശയം. കൊച്ചു പെണ്ണിന് നല്ല ചെറുപ്പക്കാർ പെൺപിള്ളേർ അതിനകത്തുണ്ടല്ലേ, അതിനെ കല്യാണം കഴിച്ചുകൂടെയെന്ന് ചോദിച്ചാൽ അതല്ല, പിന്നെ ഇതിങ്ങനെ ആണെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മാധവനൊന്നും മിണ്ടിയില്ല. അന്നേരം പിന്നെ അത് ആലോചിക്കുന്ന എന്തുകൊണ്ടും നല്ലതാണ്, നിങ്ങൾ പ്രായമൊന്നും നോക്കണ്ട, ചെറുപ്പമാണ്, മറ്റേ വിജയ കൊച്ചാണെങ്കിലും അതൊക്കെ അങ്ങ് റെഡിയായിക്കോളൂ, നിങ്ങളെ വീട്ടിലും ആണുങ്ങളില്ലാത്തതല്ലേ, എല്ലാം കൊണ്ടും നല്ലതായിരിക്കും. നമുക്ക് അന്നും അമ്മയ്ക്ക് ഓഹരി കിട്ടിയതാണ് ഈ സ്ഥലമേ, പഴയ തറവാടും കിട്ടിയിട്ടുണ്ട്, ആ തറവാടൊക്കെ അന്ന് പൊളിച്ച് കളഞ്ഞു. അങ്ങനെ കല്യാണം ആലോചിച്ചപ്പം ചുറ്റിനുമുള്ള എല്ലാവരും അടുത്ത് നായരൊരു കുടുംബമുണ്ട്, അവർ പറഞ്ഞു മോളെ എല്ലാം കൊണ്ടും നല്ലതാണ് ഓമാധവൻ കല്യാണം കഴിക്കുന്നത്, നിങ്ങളെ വീട് രക്ഷപ്പെടും എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സങ്ങ് പറഞ്ഞ് അന്നേരമൊക്കെ നമ്മുടെ മനസ്സിൽ സന്തോഷം. പ്രണയിക്കാനും ഒന്നും അറിഞ്ഞും കൂടാ അന്നൊന്നും ഈ ഒന്നും അങ്ങനൊന്നും ഒക്കത്തില്ല, സാധിക്കത്തില്ല. വിശേഷിച്ച് നമ്മൾ നാടകത്തിന് പോകുമെന്ന് പറഞ്ഞാൽ ആളുകൾ കാണുന്നത് പോക്ക് കേസാണ്. ഈ കോളേജിൻ്റെ അടുത്തൂടെയൊക്കെ ഞാൻ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് പറയുമോ ഇത് വളർന്നു വരുമ്പം പോക്ക് കേസാണ്. അങ്ങനെയൊക്കെ കേട്ടിട്ട് അതുപോലെ ഇവിടെ വന്ന് പറയും. അന്നേരം അമ്മ പറയും മോളെ അതൊന്നും ശ്രദ്ധിക്കണ്ട, നമ്മൾ നല്ല കുട്ടിയായിട്ട് വളരുക എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലതായിട്ട് തന്നെ വരും. രാവുറങ്ങി നീയുറങ്ങി നീർമിഴി തോർന്നീല. പ്രണയിക്കാൻ കൊച്ചുപ്രായമായിരുന്നു, ആകസ്മികമായിട്ട് ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വന്നു, സമയം കിട്ടിയില്ല സത്യമാണ്. പക്ഷേ ജീവിതത്തിൽ വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു ജീവിതവും പ്രണയവും എല്ലാം എങ്ങനെയായിരുന്നു? അത് വളരെ എന്നെ അന്നും ഒരു കൊച്ചു കുട്ടിയായിട്ടാണ് മാറ്റം വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യങ്ങൾ എന്നോടൊട്ട് പറയത്തുമില്ല. അവരുടെ ഓരോ പാർട്ടി കാര്യങ്ങളും അത് ഇതുമൊക്കെ ഉണ്ടല്ലോ, ഒന്നും എന്നോട് പറയത്തില്ലെന്ന് വെച്ചാൽ ബാക്കി കാര്യങ്ങൾ നാടകത്തിന് പോകുന്നതും ആ സാരി വേണം ഈ സാരി വേണം ഈ ഡ്രസ്സിങ്ങിനെ പറ്റിയും എനിക്ക് അതൊക്കെ ഉള്ളൊരു വിചാരം. പക്ഷേ ആ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് സാധിച്ചു തരുന്നുണ്ട്. പക്ഷേ അന്നത്തെ സമയം ഇപ്പോഴാ പ്രായം എന്നുണ്ടെങ്കിൽ വല്ലതുമൊക്കെ കാണിച്ചു പോയനായിരുന്നു കേട്ടോ. അതിനുള്ള ഒരു പിന്നെ എന്നാലും ഇപ്പോഴുള്ള കുട്ടികൾക്ക് കുറച്ച് ഓവറായി പോകുന്നോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ കുറേ ഒതുക്കം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇത് കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് കല്യാണം കഴിച്ച് കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിനെപ്പറ്റി പിന്നെ സംഭാഷണങ്ങളായി അങ്ങനെ പലതും നമ്മൾ കേൾക്കുന്നുണ്ട്. നീ അങ്ങനെ പോയതല്ലേ ഇങ്ങനെ പോയ അങ്ങനൊരു സംസാരം വരികയല്ല എന്നുള്ളൊരു വിശ്വാസമാണ് ഈ വലുതാണെങ്കിലും കൊച്ചു മനസ്സായതിൻ്റെത് ഇപ്പോഴും. ഞാൻ ചോദിക്കട്ടെ, ശരിക്കും ഒരു പ്രണയം എങ്ങനെ ആയിരിക്കും എന്നാണ് ചേച്ചിയുടെ ഒരു ഭാവനയിൽ? ഒരു സ്ത്രീയും പുരുഷനെ ശരിക്കും എങ്ങനെ പ്രണയിക്കണമെന്നാണ്? അത് എൻ്റെ മനസ്സിലുള്ളൊരു തോന്നല്, ഒരു കല്യാണാലോചന അന്ന് ചെറുക്കനും പെണ്ണും കണ്ട് കൊള്ളാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി അവരൊന്ന് സംസാരിച്ചോട്ടെ, ഇഷ്ടമാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ഇഷ്ടമാണെന്ന്, ഇഷ്ടപ്പെടാതെ കല്യാണം കഴിക്കാനൊക്കത്തില്ലല്ലേ, ഇഷ്ടമാണെന്ന് കണ്ടു കഴിഞ്ഞ് പിന്നെ അവരുടെ ചെറുക്കൻ്റെ വീട്ടുകാർ വന്ന് പെണ്ണിൻ്റെ വീട്ടുകാർ അങ്ങോട്ട് പോയി എല്ലാം നല്ല ഭംഗിയായിട്ട് പിന്നെ അവിടെ നിന്ന് അതിലേ കൂടെ കാറിനകത്ത് പോയി ഇതിലേ കൂടെ ബൈക്കിനകത്ത് പോയി ആ ഒരു അഭിഖ്യാതി ഇല്ലാതെ അതിനൊരു പുതുമയുണ്ട്. കല്യാണം കഴിച്ച് കഴിയുമ്പോൾ
പിന്നെ ബാക്കിയുള്ള ജീവിതമൊക്കെ ഇങ്ങനെ അങ്ങ് കഴിയുമ്പോൾ അത്രേ ഉള്ളെന്നുള്ളത് ഒരു തോന്നലാണ് എനിക്ക്. അല്ലാതെ എന്ത് പറഞ്ഞിരുന്നാലും പിന്നെ അതിന് മുമ്പേ അങ്ങ് ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്നേഹമേ നമ്മളെടുത്ത് കാണത്തുള്ളൂ. പിന്നെ കുറേ മുമ്പേ ഉള്ള പിന്നെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞതാണല്ലോ എന്ന് ഇവരുടെ മനസ്സിൽ, പുരുഷന്മാരുടെ മനസ്സിൽ തോന്നാം കേട്ടോ. അങ്ങനെ ഇല്ലാത്തവരും ഉണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കൊരു പുതുമ കാണും. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക, പരസ്പരം വിശ്വാസം ഉണ്ടാകും. അങ്ങനെ പോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയുള്ള പിള്ളേർക്കും അങ്ങനെയുള്ള അപൂർവം ചിലർക്ക് പറ്റാതെ വരും. എന്നാലും ഇങ്ങനെ അങ്ങോട്ട് പോയാൽ അത് ജീവിതകാലം മൊത്തം ആ സ്നേഹം ഉള്ളിൽ കാണും, നിലനിൽക്കും. ആരും പറയാത്തൊരു കാര്യമാണ്. കണ്ട് അതെ. പിന്നെ ഇന്നടുത്ത് വെച്ച് കാണാം, പക്ഷേ പോകരുത്. അതൊക്കെ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് എന്നാകുമ്പോഴത്തേക്ക് പിന്നെ ആകാംക്ഷ അവിടുന്ന് ഇങ്ങോട്ടുണ്ടാകും പുരുഷന്മാർക്ക്. വിളിച്ചിട്ട് വന്നില്ലല്ലേ എന്നാ ചോദിക്കും, വൈരാഗ്യം വരുമെന്ന്. ഇല്ല, നമ്മളോട് പിന്നെ അടുത്തിടപഴകാനായിട്ട് അവർക്ക് കൂടുതൽ ആഗ്രഹം വരും. കല്യാണം കഴിയുമ്പോഴത്തേക്ക് അതിന് ശേഷമാണ് പിന്നെ പ്രേമം വരുന്നത്. ചേച്ചി ഇപ്പൊ ഒരു പുതിയ ടെക്നിക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് എല്ലാവർക്കും. എങ്ങനെ അപ്പൊ പുതിയ ആൾക്കാരെല്ലാം കേട്ടാലേ ഇനി മുതൽ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാതെയായിരിക്കും. ആ ഒരു സ്നേഹത്തിന് ഒരു പുതുമയുണ്ട്. ചേച്ചി ഇപ്പൊ ഞാനേ ഒരു ഓർമ്മയുടെ ഇപ്പം ഒരു 19 വർഷം ജീവിതം ഇവിടെ എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ കിടക്കുകയാണ് കടല് പോലെ പറയാനായിട്ട്. എന്നാലും ചോദിക്കണേ, ഒരു അദ്ദേഹത്തിൽ നിന്നുണ്ടായ ഏറ്റവും വലിയ ഒരു 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 ഓർത്തെടുക്കാൻ പറ്റിയ ഒരു സ്നേഹമായ ഒരു ഓർമ്മ എന്താണെന്ന് പറയാൻ പറ്റും ഏറ്റവും ജീവിതത്തിൽ? ആദ്യം എനിക്ക് സംഗീതനാടക അക്കാദമി 3-4 നാടകം കണ്ടിട്ടുള്ള വെറൈറ്റി വേഷങ്ങളാണ്. ഞാൻ എപ്പോഴെടുത്താലും വെറൈറ്റി വേഷങ്ങളെ എടുക്കത്തുള്ളൂ. അന്നേരം അത് വെച്ചിട്ട് എന്നെ ഒരു പിന്നെ നല്ല നടിയാക്കി എനിക്ക് അവാർഡ് തന്നു. അന്നേരം മാഞ്ചേട്ടന് സന്തോഷം. പക്ഷേ എന്നേക്കായി കൂടുതൽ സന്തോഷം മാഞ്ചേട്ടനാണ്. അങ്ങനെ എനിക്ക് അവാർഡ് കിട്ടിയ പിന്നെ എനിക്ക് വന്നില്ല, ഒരു ഈഗോ ഇല്ല. ഏറ്റവും കൂടുതൽ സന്തോഷം മാഞ്ചേട്ടനാണ്. ഇതിന് ഒരു സന്തോഷ വർത്തമാനമുണ്ട്. എന്താ നിനക്കൊരു അവാർഡ്? എവിടെ? അത് സംഗീതനാടക അക്കാദമി. അയ്യോ നന്നായിരിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നിനക്ക് എന്താ വേണ്ടത്, എന്ത് വേണമെങ്കിലും ചോദിച്ചു, അത് ഞാൻ സാധിച്ചു തരുമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചില്ല എനിക്ക് അങ്ങനെ കിട്ടുമെന്ന്. എന്നാലും ഞാൻ പറഞ്ഞ് എനിക്കൊരു പുതിയ കാറ് വേണം മനറ്റാ എന്ന് പറഞ്ഞു. അത്രേ ഉള്ള. അത് ശരി, പിന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ അങ്ങ് ഒരുപാട് സംസാരിക്കത്തില്ല മനറ്റ്. പക്ഷേ കുറേ ദിവസം കഴിഞ്ഞുകൊണ്ടേ ഒരു പുതിയ വണ്ടി ഇവിടെ വരുന്നത്. അന്നേരം അവാർഡിന് ഇനിയും കുറച്ച് ദിവസം കൂടെ ഉണ്ട്. അന്നേരം ഞങ്ങൾക്കാണെങ്കിൽ ഡെയിലി നാടകം, 2 നാടകം 3 നാടകം വെച്ചുകൊണ്ട്. അന്നേരം പിന്നെ കാറ് വന്നു. അന്നേരം ഈ മാനിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ലേ. പുതിയ വണ്ടി വന്ന് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല അവാർഡ് മേടിക്കാൻ. അന്നും നമുക്ക് തലേന്ന് നാടകം, അന്ന് നാടകം ചെറായിലും കണ്ട്. ഒരു കാര്യം ചെയ്യും, ജോയിമും പോയി മേടിക്കും. അവൻ കൊച്ചാണെന്നെങ്കിലും ഡ്രൈവറേയും കുട്ടി വിട്ടാൽ അവിടെ പോയി മേടിച്ചോളൂ. തിരിച്ചു വന്നപ്പോൾ നാടകം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ 3-4 ദിവസമൊക്കെ കഴിഞ്ഞേ വരത്തുള്ളൂ. അങ്ങോട്ടാണെങ്കിൽ അടുപ്പിച്ച് അങ്ങനെ മാറ്റാൻ കൊടുക്കും. അവിടെയൊക്കെ വന്നപ്പോഴത്തേക്ക് അവാർഡ്, ഇതൊരു ജാതകവും ഇതൊക്കെ വെച്ചേക്കുന്നു. സന്തോഷമായി. ഒരു ദിവസം ഭയങ്കര പേപ്പറിനകത്ത് നിപുണയെന്ന് എഴുതി. എനിക്ക് അർത്ഥം അറിഞ്ഞൂടാ. ഇന്ദിരാഗാന്ധിയെ പറ്റി എഴുതിയിട്ട് നിപുണ ഈ അഭിനയ കാര്യത്തിൽ ഇങ്ങനെ എഴുതിയപ്പോഴത്തേക്ക് തിലകൻ ചേട്ടനും മണവാളൻ ജോസഫ് അവരെല്ലാവരും കൂടെ തീരുമാനിച്ച് വിജയമ്മയെ ഒന്ന് പറ്റിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വന്നേ, വിജയമേഞ്ഞ് വന്നേ. എന്നിട്ട് ഡെയിലി നാടകം നടക്കുക. വിജയമേഞ്ഞ് വന്നേ, എന്നാലും മാഞ്ചേട്ടന് ഇത് ചെയ്യേണ്ടിയിരുന്നില്ല. എന്താ? അന്നേരം 2 പേരും വേറെ ഏതാണ്ട് പറയാൻ പറ്റുക. അന്നേരം പറയാം, അല്ലേ ഇന്നത്തെ പേപ്പറിനകത്ത് വിജയമ്മ നിപുണയാന്ന് എഴുതിയത്. നിപുണ? അതെന്താ?
ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചില്ല. അത് ശരി. എന്നാലും അവരുടെ ആ പറച്ചിൽ വിചാരി കൊള്ളത്തില്ല, ഞാൻ കൊള്ളാതിരുതാത്ത വൃത്തികെട്ട എഴുതി എന്നുള്ളതാണ് എൻ്റെ ധാരണ. ഞാൻ പറഞ്ഞു അങ്ങനെ മാഞ്ചേട്ടൻ എഴുതുവോ തിലഞ്ചേട്ടാ? എഴുതി, അതല്ലേ അതിൻ്റെ കാര്യം എന്താന്ന് ഞങ്ങൾക്കും അറിയണം എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് ചൂട് പിടിപ്പിച്ചു. ഞാൻ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മാറ്റ് അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ ചെന്ന് ഒരൊറ്റ ഇടിച്ചിട്ട് പറഞ്ഞ് വൃത്തിയേട് മാത്രം കാണിക്കരുത് കേട്ടാ. എന്തടി മാനത്തെ അറിയത്തില്ല എന്ന്, ഞാൻ നിപുണയാന്ന്. അങ്ങനെ മാനത്ത് സംഗതി ആരണ്ടോ ഒപ്പിച്ചാന്ന് മാനത്ത് മനസ്സിലായി. അനങ്ങിയില്ല. പിന്നെ ഒരു തള്ളു വെച്ചു കൊടുത്ത് ഞാൻ കടിക്കും. ഈ ദേഷ്യം പറഞ്ഞിങ്ങനെ ഒരു കടി കൊടുത്തു ഇവിടെ ഇങ്ങനെ കടി കൊടുത്തുകൊടുക്കുന്നേ. ഇടി വിഷവാ, മനുഷ്യനെ കഴിക്കുന്നത് വിഷവാ. അല്ല എന്നെ നിപുണയെന്ന് വിളിച്ച് എന്തുകൊണ്ടാ? എനിക്കിതിപ്പോൾ അറിയണം. ഞാൻ അങ്ങനൊന്നും പോയിട്ടില്ലല്ലേ മറ്റേ, പിന്നെ എന്നെ നിപുണയെന്ന് വിളിച്ച എന്തിനാ? ഇവര് മാറി ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്ന വിവരം എനിക്കറിഞ്ഞൂടെ. മാനത്തിന് ഒരു ഡയലോഗില്ല. ശരി, നിപുണമെങ്കിൽ നിപുണ, ഞാനല്ലേ സഹിക്കുന്നത് എന്ന് മാറ്റം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ കരച്ചിലായി, ഭയങ്കര ബഹളമായി. ഒടുക്കേറ്റം മതി കേട്ടാ തിലഞ്ചേട്ടനൊക്കെ കൂടെ മതി എൻ്റെ വിജയമേ, ഈ അർത്ഥം അറിയാതെ. അന്നേരം മാറ്റം പറയാം, അതാണ് എൻ്റെ വിജയം. എന്ത് പറഞ്ഞിരുന്നാലും അവൾക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളേ ഉള്ളു. അതേസമയം വിദ്യാഭ്യാസമുള്ള ഒരാളാണെങ്കിൽ എന്നെ അടുത്ത് അങ്ങനെ വന്ന് പറയത്തില്ല, വലിയ ഡിഗ്രിക്കാരെ ഞാൻ തിരക്കി പോയിരുന്നെങ്കിൽ എന്നിങ്ങനെ പറയാറ്. അവിടെ അങ്ങ് ആശ്വസിച്ചു. രാവുറങ്ങി നീയുറങ്ങി നീർമിഴി തോർന്നീല. ചേച്ചി, ആ വിയോഗം, ആ നഷ്ടം കേരളത്തിനും ചേച്ചിക്ക് പ്രത്യേകിച്ച് പേഴ്സണൽ എങ്ങനെ ആ നിമിഷങ്ങളെ ഓർക്കുന്നു? മരിച്ചെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ചു. എന്നിട്ട് ജോയിമം വന്ന് പറഞ്ഞ്, പിന്നെ അമ്മ ഈ ബാഗൊക്കെ ഒതുക്കി, സൂട്ട്കേസൊക്കെ ഒതുക്കി വെച്ചേക്കാണ്, നമുക്കങ്ങ് വീട്ടിൽ പോവാം, അമൃതായിലൊന്ന് പോകണം നമുക്ക്. ഞാൻ പറഞ്ഞു എന്ത് അമൃതായിൽ? ഞാൻ അന്നേ പറഞ്ഞല്ലേ അമൃതായി കൊണ്ടുപോയാൽ മതി എന്ന് അച്ഛനെ. അച്ഛനെ അവിടെ കൂടെ ഒന്ന് കാണിക്കാം, അതുകൊണ്ട് നമുക്ക് അങ്ങ് പോകാമെന്ന് പറഞ്ഞു. അന്നേരം ഈ അടിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഡയാലിസിസിന് കൊണ്ടുപോയിട്ട് മാനസിനെ റൂമിലോട്ട് കൊണ്ടുവന്നിട്ടില്ല. അന്നേരം ഞാൻ പറഞ്ഞു ഇത് വരേണ്ട സമയം കഴിഞ്ഞല്ലേ, എന്തുകൊണ്ട് വരുന്നില്ല ഇപ്പം? അന്നേരം പറയാം, അല്ല നമുക്ക് അമൃതായിലൊന്ന് കൊണ്ടുപോകാം അച്ഛനെ. അങ്ങനെ അമൃതായിപ്പോയെന്നും പറഞ്ഞാണ് എന്നെ കാരണത്ത് മാറ്റം മരിച്ച വിവരം എനിക്ക് അറിഞ്ഞുകൂടാ, പറയുന്നില്ല. എന്നിട്ട് ഒത്തിരിയായിട്ടും അമൃത എത്തുന്നില്ല. ഞാൻ പറഞ്ഞു ഇത് എന്താ ഈ അമൃത ഹോസ്പിറ്റലിൽ വരാത്തത്? അമ്മ കുറേ ദൂരമല്ലേ അവിടെ നിന്ന്. അന്നേരം കുറേ ദൂരം ഉണ്ടെന്ന് ഞാൻ പോയിട്ടുണ്ട്, അവിടെ ഉണ്ടെന്നറിയാം. എന്നാലും എനിക്ക് അങ്ങനൊരു സംശയമേ തോന്നിയില്ല. അന്നേരം ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങേറ്റം വരെ കാറ് കിടക്കുന്നു. അന്നേരം ഞാൻ പറയാ, പെട്ടെന്ന് ആരാണ്ട് ലവ് മാരേജ് ഉണ്ട് ഇവിടെ കേട്ടാ, ഈ അമ്പലത്തിൽ കൊണ്ടുവച്ച് കല്യാണം നടത്തും ഇങ്ങനെ പെട്ടെന്ന്. എന്നാലും ഏതാണ്ട് പണച്ചാക്കുകളാണെന്ന് തോന്നുന്നില്ലേ തങ്കച്ചി? അതേന്ന് തോന്നുന്നമ്മ, പെട്ടെന്ന് വന്ന കല്യാണമായിരിക്കും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ഭയങ്കര പ്രശ്നം. ഞാൻ പറയാ ഇതെന്ത് പറ്റി? അന്നേരം വന്ന അനിയൻ്റെ ഭാര്യ എല്ലാവരും നിലവിളിക്കുന്നു കിടന്നു. ഞാനും നിലവിളിച്ചു. മരിച്ചെന്നുള്ള അതേ മനസ്സിൽ വരുന്നില്ല. മരിച്ച ആളാണെങ്കിൽ ഇവിടെ കിടക്കണ്ടേ, നോക്കിയപ്പോൾ അവിടെ ഇല്ല. ഇത് മാഞ്ചേട്ടനെയും കാണുന്നില്ല. അന്നേരം എന്തോ സംഭവം 2-3 ദിവസം അങ്ങോട്ട് എൻ്റെ റൂമിലോട്ട് കയറിയ ഞാൻ 3-ൻ്റെ അന്നാണ് അവിടുന്ന് വെളിയിലിറങ്ങുന്നത്. അന്നേരം ഈ മോർച്ചറി കൊണ്ടുവച്ച് ലണ്ടനിൽ നിന്ന് മോള് വരാൻ. ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അന്നേരമാണ് അയ്യോ എൻ്റെ മാറ്റം പോയ എനിക്ക് പിന്നെ സഹിക്കാൻ വയ്യ. അയ്യോ ദൈവമേ, ഈ നടന്ന് വീട്ടിനകത്തോട്ട് കയറാമെന്ന് പറഞ്ഞ് ഇതിനാന്ന് മരിച്ചെന്ന് എല്ലാവരും കിടന്ന് നിലവിളിക്കുന്ന നമുക്ക് അത്ര കൂടിയ. മരിച്ചെങ്കിൽ ഇവിടെ കാണണ്ടേ,
ഈ മോർച്ചറി കൊണ്ട് വെക്കുമെന്നുള്ള അതങ്ങ് നമുക്ക് എന്തോ പ്രജ്ഞ കിട്ട മാതിരിയായിപ്പോയി. എനിക്ക് താങ്ങാനൊത്തില്ല. എനിക്കറിഞ്ഞൂടാ, ആരെല്ലാമോ വരുന്ന എല്ലാം ഇങ്ങനെ അങ്ങ് പോകുന്ന പോലെ ആകെ ഞാൻ അങ്ങ് ഭയങ്കര ഇതായി. 3-ൻ്റെ അന്ന് മാഞ്ചേട്ടനെ ഇവിടെ കൊണ്ടുവന്ന് കാണാൻ പറ്റുമോ, നമ്മളെ കാണിക്കുമോ ആളുകൾ, അത്ര ജനമൊന്നുകൂടെ. അത് കഴിഞ്ഞ് ഒരു കിടപ്പ് കിടന്നിട്ട് ആരെല്ലാമോ വരുന്നു പോകുന്നു ഇതൊക്കെ. പക്ഷേ എൻ്റെ മക്കളൊന്നും എന്നെ ഒരു തരത്തിലും വിഷമിപ്പിച്ചിട്ടില്ല. ചേച്ചി പുതിയ തലമുറയോടെ ഞാൻ പറയുന്നില്ല, നമ്മൾ കേട്ടത് തന്നെ അവരാകെ ഒന്ന് മനസ്സിലാക്കി കാണും. ചേച്ചി പറയാം അവരോട് എന്താ പറയാനുള്ളത് നമ്മുടെ മരിക്കാത്ത പ്രണയം എന്നുള്ള ഈ വിഷയം? മരിക്കാത്ത പ്രണയത്തെ പറ്റിയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ്, ആലോചിച്ച് വരുന്ന ഒരു പെണ്ണിനെ വന്ന് ഒരു ചെറുക്കൻ കൂട്ടർ വന്ന് കണ്ട് ആലോചിച്ച് ഇഷ്ടപ്പെട്ട്, പെണ്ണും ചെറുക്കനെയും ഇഷ്ടപ്പെടാതെ കല്യാണം കഴിക്കാനൊക്കത്തില്ല. അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വരിക, പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ പോവുക. പിന്നെ അതിനു മുമ്പേ അവിടെ വെച്ച് കാണാം, ഇവിടെ വെച്ച് ഒരു സിനിമ കാണാൻ പോവുക. അതിനൊന്നും ഒരു ഇടം കൊടുക്കാതെ, അതൊക്കെ ഒരു ഗോപ്യത വേണം. എന്താണെന്നറിയാവോ, അത് പിന്നെ ആവട്ടെ, കല്യാണം കഴിഞ്ഞിട്ടാട്ടെ അന്നേരം ഒരു പുതുമയുണ്ട് അതിന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഇതും അത് കണക്കുള്ള ഒരു പ്രണയം പോലെ ഇപ്പോഴും ഞാൻ മരിക്കാത്ത ആ പ്രണയത്തിൽ ഞാൻ വിശ്വസിച്ച് കഴിയുകയാണ്. അതുകൊണ്ട് നിങ്ങളും എൻ്റെ ഈ കൊച്ചഭിപ്രായം സ്വീകരിച്ചാൽ ഏറ്റവും സന്തോഷം എനിക്ക്. ചേച്ചി ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി. നമസ്കാരം. പ്രണയം മധുരം പ്രണയം മധുരം മരിക്കാത്ത പ്രണയം ആർദ്രമിയോർമതൻ. ഈ മണ്ണിൽ തൻ്റെ ജീവിത നാടകത്തിലെ പ്രിയതമൻ ഉറങ്ങുന്നു. മൂകബിംബം ഒരു കൊച്ചു ആ ഓർമ്മകളിൽ എന്നും മരിക്കാത്ത പ്രണയമായി ഇവിടെ ഒരാൾ മാത്രം തനിച്ച്. ഞാനിരിപ്പൂ പ്രണയം മധുരം